നമസ്കാരം. വർഷത്തിൽ ഒരിക്കൽ ശനിക്ക് വക്രഗതി സംഭവിക്കുന്നതാണ്. കുംഭം രാശിയിൽ തന്നെയാണ് ശനി ഈ കാലത്ത് സ്ഥിതി ചെയ്തത്. രാശിമാറ്റം ഉണ്ടാവുന്നതല്ല. എന്നാൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ നിന്നും വക്രഗതിയായി അഥവാ പിൻഗതിയായി സഞ്ചരിച്ച് ചതയം നക്ഷത്രത്തിലെത്തി. ശനിയുടെ ഈ വക്രഗതിയിലുള്ള സഞ്ചാരം ചില രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായ സമയമാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ സാഹചര്യമാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോവുകയും ധനപരമായ നേട്ടങ്ങൾ, പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ നിർവഹിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എതിർപ്പുകളുണ്ട് എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. പഠനവുമായി ബന്ധപ്പെട്ട് ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കുന്നതാണ്. അഥവാ വിദ്യയിൽ വളരെയധികം ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ സംവാദങ്ങളുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മികച്ചതായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. തൊഴിൽ ഇല്ലാത്ത വ്യക്തികളാണ് എങ്കിൽ തൊഴിൽ ലഭിക്കുവാനും വരുമാന മാർഗം നിങ്ങൾക്ക് തുറന്ന് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. പലവിധ കഴിവുകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രകാശിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നിട്ടില്ല എന്നത് വാസ്തവമാണ്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. കഴിവുകൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ഊഹക്കച്ചവടത്തിൽ നിന്നും ലാഭം വന്നു ചേരുക, സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. തർക്കങ്ങളുണ്ട് എങ്കിൽ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കാം. കൂടാതെ സൗഹൃദങ്ങൾ അനുകൂലമായി തീരുകയും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതം കൂടുതൽ ശോഭനമായി തീരാം. അതിനാൽ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പലവിധ തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും സന്താനങ്ങൾക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തടസ്സങ്ങൾ അനുഭവപ്പെട്ടവർക്ക് ശുഭവാർത്തകൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. അനുകൂലമായ സാഹചര്യം തന്നെയാണ് ജീവിതത്തിലുള്ളത്. ശനിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മോശം അനുഭവങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യം തന്നെ കടന്നു വരും. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാർക്ക് അനുകൂലമായ സാഹചര്യമാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം വലിയ മുതൽമുടക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിസിനസ് പരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എങ്കിൽ പോലും ചില കളവുകൾ പറയേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ശുഭം. കൂടാതെ ഈ സമയം വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുന്നതിലൂടെ ധനപരമായ നേട്ടങ്ങളാണ് വന്നു ചേരുക. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അത്തരം കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ പണം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അല്പം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആവശ്യമായ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരാം. അകലങ്ങളിൽ കഴിയുന്നവർക്ക് ജന്മനാട്ടിലേക്ക് അല്ലെങ്കിൽ തിരികെ വരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക്
ക്ഷോഭം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. വരുമാനം വർദ്ധിക്കുന്നതായ സമയമാണ്. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും കച്ചവടവുമായി ബന്ധപ്പെട്ടും ലാഭം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. തൊഴിൽ ലഭിക്കുക, തൊഴിൽ മാറുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി വന്നു ചേരാം. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും വേണ്ടപ്പെട്ടവരുമായ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് പോകുവാൻ സാധിക്കും. ഈ സമയം പൊതുവിൽ ധനപരമായും തൊഴിൽപരമായും അനുകൂലമായ ഫലങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാർക്ക് കൈവശം ധനം വന്ന് ചേരുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. വരുമാനം വർദ്ധിക്കും. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും. എന്നാൽ പാഴ്ചെലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ദാമ്പത്യ ജീവിതം കൂടുതൽ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. കൂടാതെ തൊഴിൽ, പഠനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നൽകും. എന്നാൽ ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റങ്ങൾ വന്നു ചേരാം. സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കടബാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് ഒരു പരിധിവരെ തീർക്കുവാൻ സാധിക്കുന്നതാണ്. ബഹുമാനം, സ്വീകാര്യത വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ദുഷ്പ്രേരണകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. തൊഴിൽപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വീട് വിട്ട് നിൽക്കുകയോ അകലങ്ങളിലേക്ക് പോകേണ്ടതായ സാഹചര്യമോ വന്നു ചേരാം. അധ്വാനം കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. തീരുമാനങ്ങൾ അത് അവസരോചിതമായി തന്നെ എടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഗൃഹനിർമ്മാണം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ശനിദേവന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. ഈ നക്ഷത്രക്കാർ ഏവരും മഹാദേവനെയും ശനിദേവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക.